കുഴിക്കാല. ഇവിടാണ് പണ്ട് ഒരു സ്കൂൾ ബസ് വന്ന് ഓട്ടോറിക്ഷയിൽ ഇടിച്ച സംഭവമില്ലേ, ഒരാള് മരിച്ചു പോയത്. ഓക്കെ. ആ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറെ പിന്നീട് കാണാതാവുകയൊക്കെ ചെയ്തില്ലേ? അത് തന്നെ. പുള്ളി ഇതുവരെ പിന്നെ കണ്ടിട്ടില്ല. ആരെയാ ഡ്രൈവർ? ഇതുവരെ കിട്ടിട്ടില്ലേ? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ, കടമ്പനാട് നോർത്ത് തുഷാര ഭവനിൽ തുളസീധരൻ പിള്ളയെ കാണാതായിട്ട് 13 മാസവും 8 ദിവസവും പിന്നിടുകയാണ്. താൻ ഓടിച്ചിരുന്ന വാഹനമിടിച്ച് കടമ്പനാട് സ്വദേശി ശിവാനന്ദനും ഭാര്യ ചന്ദ്രികയ്ക്കും പരിക്കേറ്റതിന് പിന്നാലെയാണ് തുളസീധരൻ പിള്ളയെ കാണാതാവുന്നത്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കഴിഞ്ഞ് തുളസീധരൻ പിള്ള സ്കൂൾ ബസ് മടക്കിക്കൊണ്ടു പോവുകയായിരുന്നു. നിയന്ത്രണം വിട്ട വാഹനം എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയിലേക്ക് പാഞ്ഞു കയറി. അന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരുടെ മണ്ണടി മൃഗാശുപത്രിയിൽ ഒരു ആടിനെയും കൊണ്ട് ബ്രീഡിങ്ങിന് പോയതായിരുന്നു. പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കായിരുന്നു. കടമ്പനാട് കഴിഞ്ഞ് കുഴിയാല ജംഗ്ഷനിൽ വന്നപ്പോഴാണ് ഇതിൻ്റെ എതിരെ കയറി വന്നൊരു വണ്ടിയായിരുന്നു. സ്കൂൾ ബസ്സായിരുന്നു, കടമ്പനാട് സ്കൂളിൽ. അപ്പോൾ അത് റോങ് സൈഡ് കയറി വന്നതാണെന്ന് അങ്ങനെ വന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ബോധമില്ലാതെ ആയി. പിന്നെ അദ്ദേഹത്തിനെ കൊണ്ടുപോയതും ഒന്നും അറിയത്തില്ലായിരുന്നു. 8ാമത്തെ ദിവസം മരണം നടന്നു. അപകടശേഷം തുളസീധരൻ പിള്ള വീട്ടിലെത്തിയിരുന്നു. സംഭവത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് ചെറു സൂചനയും നൽകി. വണ്ടി ഒന്ന് തട്ടിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് അങ്ങ് ബാത്റൂമിലോട്ട് കയറിയതാണ്. വേഷം മാറിയിട്ട് തിരിച്ചു വന്ന് ബാത്റൂമിൽ വന്നിട്ട് അതുപോലെ തന്നെ ആ വേഷം ഇട്ടിട്ട് ഇവിടെ വന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ടി വി ഒരു 5 മിനിറ്റ് കണ്ടപ്പം വെളിയിലോട്ടാണ് നോക്കുന്നത്. പോലീസുകാർ വരുന്നത്, ആരെങ്കിലും വരുന്നത്. മൊബൈലിൽ 3 വട്ടം റിങ് അടിച്ചായിരുന്നു. അന്നേരം ഫോൺ എടുത്തിട്ട് വെളിയിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി ചെരുപ്പിട്ടുകൊണ്ട് ഇതിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അച്ഛൻ എവിടെ പോവാം, ഞാൻ സ്കൂളിലോട്ട് പോവാം, സ്കൂളിൽ നിന്ന് വിളിച്ച് സ്കൂളിലോട്ട് പോകാമെന്ന് പറയാൻ പോയത്. ഞാൻ വഴി വരെ ചെന്നേ ഉള്ളൂ. അതുപോലെ തിരിച്ചിങ്ങോട്ട് വരുന്ന കണ്ട് ഞങ്ങളുടെ അപ്പച്ചിയുടെ മോനാണ് കണ്ടത്. അതിലെ കൂടെ അങ്ങോട്ട് ഓടിയത്. പോലീസുകാർ അന്നേരത്തിന് ഇനി വരികയും ചെയ്ത്. അന്ന് വൈകുന്നേരത്തോടെ തുളസീധരൻ പിള്ളയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതാണ്. പിന്നീട് ഒരു സൂചനയും സൈബർ സെല്ലിനും കിട്ടിയിട്ടില്ല. തുടക്കത്തിൽ ഈ ഐവർകാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സഹോദര വീട്ടാണ് ഇവിടെ നേരെ പോയത്. അതിനുശേഷം അവിടെ നിന്നാണ് അബ്സ്കോണ്ടിങ് ആയിട്ടുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും അന്വേഷണം നടത്തി. പിന്നെ ഇദ്ദേഹത്തിന് പണ്ട് ചെറുപ്പകാലത്ത് ജോലി ചെയ്തിരുന്ന സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. ബന്ധുക്കൾ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. തുളസീധരൻ പിള്ള മുൻപ് ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാനങ്ങളിലടക്കം പോലീസ് അന്വേഷിച്ചു. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 11-അംഗ സംഘമാണ് കേസ് അന്വേഷിച്ചു വരുന്നത്. കേസ് അന്വേഷണത്തിൽ എല്ലാവിധ സാധ്യതകളും പരിശോധിച്ചുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്നാൽ 13 മാസം പിന്നിടുമ്പോഴും തുളസീധരൻ പിള്ള ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നതിൽ വ്യക്തത കൈവന്നിട്ടില്ല. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അബ്ലാൽ, മാതൃഭൂമി ന്യൂസ്.